നമസ്കാരം. അപ്പോൾ ഇന്ന് ചോറ് കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഒഴിച്ചെറിയാണ്. സിമ്പിളാണ്. തൈരും തക്കാളിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ 2 വലിയ സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയ തക്കാളി. അപ്പോൾ തൈരിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം, ഒരു വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ മോര് കാച്ചാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. ഞാനിപ്പോൾ ചെറിയൊരു സവാള കൊത്തിയരിഞ്ഞതാണ് കേട്ടോ. അതും 3-4 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഒന്ന് വഴന്നതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച തക്കാളി ഉണ്ടല്ലോ, അത് ചെറുതാക്കി അരിഞ്ഞതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ ഞാൻ ആ തക്കാളിയുടെ പകുതിയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. 2 ചെറിയ സ്പൂണാണല്ലോ തൈര് എടുത്തത്. അപ്പോൾ നമ്മുടെ തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് നമുക്ക് തക്കാളിക്ക് മാറ്റമൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ അതിൻ്റെ തൈരിന് കുറച്ച് പുളി ഉള്ളതുകൊണ്ട്, അധികം പുളിയല്ല, ഒരു മീഡിയം പുളി ഉള്ളതുകൊണ്ട് ഞാൻ പകുതി തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മതി കേട്ടോ. ഞാനപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയുടെ ആ ഒരു ചൂടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ തൈര് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സെറ്റായിക്കോളും. നമ്മളിനിയിപ്പോൾ ഇത് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. മൺചട്ടിയുടെ ചൂടുള്ളതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഒന്ന് ചൂടായി സെറ്റായി വന്നോളും. അപ്പോൾ ഇനി ഇതിലേക്ക് കടുക് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകും ഉലുവയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കടുകൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള കറിയാണ്. ഇരിക്കുന്തോറും ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വരും. തേങ്ങ അരയ്ക്കാത്ത അടിപൊളിയായിട്ടുള്ള തക്കാളി മോരും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒഴിച്ചുകറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഭവമായിട്ട് വരുന്നതുവരെ പോയിട്ട് വരാം.